എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ രണ്ടാമത്തെ ദിവസം, അതായത് നമ്മളുടെ ഫസ്റ്റ് ദിവസം പൂരം ദിവസം, തലേ ദിവസത്തെയാണ് ഞങ്ങൾ നമ്മുടെ രാമൻ 3 ദിവസമാക്കി പൂരം എന്നുള്ള ലെവലിലാണ് നമ്മൾ ഇന്നലത്തേത് ഒന്നാമത്തെ ഇട്ടത്. ഇന്നാണ് ശരിക്കും പൂരത്തിൻ്റെ ദിവസം. ഇന്നാണ് കുടമാറ്റമൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുള്ള അതുകളാണ്. പാറമേക്കാവിലമ്മ വരുന്ന വരവാണ് നന്ദനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നന്ദനൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത് നിർത്തിയിട്ടാ. അപ്പം നന്ദനുണ്ട്, അതിൻ്റെ ഒപ്പം നമ്മുടെ കുഞ്ഞനും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ നിപ്പ് നിൽക്കണേ. നന്ദനെയും കുഞ്ഞനെയും പാറന്നൂർ നന്ദനും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അവരെയും കാത്തുള്ളൊരു നിപ്പ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇതാണ്. നമ്മൾ ആ ഗോപുരനട കടന്ന് പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി വരുന്ന നന്ദനെ കാണാനുള്ള ആകാംക്ഷയിലുള്ള നിപ്പാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലായിട്ട് നമ്മുടെ കുഞ്ഞനും വന്നു. അപ്പോൾ കുഞ്ഞൻ വന്നപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇതിട്ടോ. നമ്മുടെ കുഞ്ഞൻ നല്ല ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നല്ല ഇതായിട്ട് ഒതുങ്ങി നല്ല കുട്ടിയായിട്ടാണ് വരവ് കേട്ടോ. അവനെ പിന്നെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേറെയുള്ള ആനകളെയൊന്നും നമുക്ക് മനസ്സിലായിന്ന് വരില്ല. പക്ഷെ കുഞ്ഞനും രാമനും ഇനി എന്ത് വേഷത്തിൽ വന്നാലും മനസ്സിലാക്കാൻ കഴിയും എന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എന്താ തലവേദനയ്ക്ക് കാരണം എന്നറിയില്ല. തലേ ദിവസം മുതൽ തുടങ്ങിയൊരു തലവേദനയാണ്. അപ്പോൾ എനിക്ക് ആ തലവേദന എന്ന് പറഞ്ഞപ്പോൾ മീന് ചിരിച്ചപ്പോൾ എനിക്കും ചിരി വരും. അപ്പോൾ ഇത്തവണത്തെ തൃശ്ശൂർ പൂരം മുഴുവൻ എൻ്റെ സാരിയിലാണ്. ഞാനിങ്ങനെ സാരി ഉടുത്തിട്ട് പൂരങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ദിവസം ഒരു തൃശ്ശൂർക്കാരുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ദിവസം ഒന്ന് ഇത് ഇട്ടായിരുന്നു. ഞാൻ ചുരിദാർ ഇട്ടായിരുന്നു. അപ്പം എനിക്ക് സാരി ആയിരുന്നു കുറച്ചുകൂടി കംഫേർട്ട് എന്ന് തോന്നിയിട്ടോ. അപ്പം അങ്ങനെ എടുത്തിട്ട് തിരക്കി കൂടെ പക്ഷെ സാരിയാണെന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നില്ല, ആ ഒരു തോന്നലില്ലാണ്ടേ. അപ്പോൾ ഞങ്ങള് ഉള്ളില് കയറി പുറത്തിറങ്ങലൊരു ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം കയറിയവരെല്ലാം അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഇത് എന്താ വെച്ചാൽ പാറമേക്കാവിൻ്റെ പൂരം ഒരു വശത്തൂടെ വരുന്നു. പിന്നെ ഒരു സൈഡിൽ കൂടെ ഓൾറെഡി കടന്നു പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് 3 നടയിൽ കൂടെയാണ് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ആകെ ഒരു തെക്കേ ഗോപുര നടയിൽ കൂടെ വിടുന്നുണ്ടായിരുന്നുള്ളൂ പുറത്തേക്ക്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഭയങ്കര തിക്കും തിരക്കും ആൾവാരും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ CMSൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ശിവ കുളിക്കാനായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ശിവനെ കണ്ടു. ശിവ നെയ്തലക്കാവ് അമ്മയുടെ പൂരമൊക്കെ കഴിഞ്ഞിട്ട് നിൽപ്പായിരുന്നു തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് തലയിക്കട്ട കഴിച്ചിട്ടവൻ വെള്ളം കുടിക്കാനും ഒന്ന് മേത്ത് വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ചെക്കൻ. ആ നേരത്താണ് ഞങ്ങളുടെ അങ്ങോട്ടുള്ള വരവ്. ശരിക്കും നമുക്ക് തിരുവമ്പാടിയുടെ ഉള്ളിൽ കയറിയിട്ട് ആനേനെയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കയറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ അതാണ് മെയിനായിട്ട് പാറമേക്കാവിൽ തന്നെ ചുറ്റി സ്വതവേ പാറമേക്കാവിൽ തന്നെ പോവാറുള്ളൂ. അതും വേറെ കാര്യം. ഇതുവരെയും തിരുവമ്പാടിയുടെ ചമയോ ഞാൻ തിരുവമ്പാടിയുടെ പൂരമല്ല തിരുവമ്പാടിയുടെ ആനകളെ കെട്ടുന്നതോ ഒന്നും ഞാൻ പോയി കാണാറില്ല. മീനുട്ടി കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങൾ പൂരത്തിന് ഒരിക്കലും തിരുവമ്പാടിയുടെ ഇതിൽ പോയിട്ടുള്ളതായിട്ടൊരു ഓർമ്മയും എൻ്റെ കയ്യിലില്ല. എല്ലാം പാറമേക്കാവിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾ പാറമേക്കാവിലാണ് എപ്പോഴും പോകുന്നതും കാണുന്നതൊക്കെ. ഇനിയിപ്പോൾ പണ്ടൊക്കെ തിരുവമ്പാടി അറ്റത്തല്ലേ, അങ്ങോട്ട് നടക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് നമ്മളങ്ങനെ പോവാതൊക്കെ ഇരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പിന്നെ ഇപ്പോഴും അതന്നെ, നടത്തത്തിൻ്റെ മടി. പിന്നെ ഇത്തവണത്തെ പൂരത്തിനുണ്ടല്ലോ ഭയങ്കര കുറേ മാറ്റങ്ങളാണ്. ഇത്തവണ രാവിലെ വടക്കുന്നാഥനെ കാണാൻ പറ്റിയില്ല എനിക്ക്. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും രാവിലെ ഞാൻ വടക്കുന്നാഥനെ കണ്ട് തൊഴുന്നതാണ്. ഇത്തവണ എനിക്കതിന് പറ്റിയില്ല. ഇത്തവണ വിഷുവിന് വടക്കുന്നാഥനെ കണ്ടില്ല. വടക്കുന്നാഥനെ കാണാൻ തന്നെ ഇപ്പോൾ കുറേ ആയി പോയിട്ട്. ശിവരാത്രിക്ക് കണ്ടില്ല. അങ്ങനെ ഇത്തവണത്തെ ഈ വർഷത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളാണ്.
എല്ലാ മാറ്റങ്ങളും നല്ലതിനായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം അത് കഴിഞ്ഞതായത് ഇതായിരുന്നു നമ്മുടെ ഊട്ടോളി അനന്തനാന്നല്ലോ അമ്മ പറഞ്ഞു. ഇത് അനന്തൻ. അപ്പോൾ അവൻ്റെയും എടുത്തിട്ടുണ്ടായിരുന്നു, അവനും കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പൂരപ്പറമ്പിൽ കുറച്ച് നേരം വിശ്രമിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര തലവേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ വെറുതെ കിടന്നു. അപ്പുറത്തും വേറെ ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ട് അവിടെ മതിലിൻ്റെ അപ്പുറത്ത് വന്ന് കിടക്കുകയാണ്. അപ്പം പിന്നെ ഞങ്ങളും അവിടെ പോയി അങ്ങനെ വെറുതെ കുറച്ച് നേരം കിടന്നു. അധികം നേരം കിടന്നില്ല, അപ്പോഴത്തേക്കും വേഗം എണീക്കുകയും ചെയ്തു കേട്ടോ. അപ്പം ഇവരിവിടെ കിടന്ന് എന്തൊക്കെയോ ഗോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയോട്ട് എന്തൊക്കെയാണ് എന്നോട് പറയുമ്പോൾ ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ നീ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ കൈ മാറ്റിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ പൂരം ഇങ്ങനെ കളറായി ഒരു ദിവസമാണ്. ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, ഇതൊക്കെ 6 മിനിറ്റ് 7 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ പൂരം വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മിനിറ്റും 13 മിനിറ്റും ഒക്കെ അടങ്ങുന്ന വീഡിയോസ് ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നതാണ് കേട്ടോ തിരിച്ച്. ഞങ്ങളതായത് കുടമാറ്റം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങോട്ട് പോന്നു. അവിടെയൊന്നും പോയി തിക്കിലോ തിരക്കിലോ പോയി കാണാൻ പോലും പോയില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ നിന്നേ കണ്ടുള്ളൂ. ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ തൃശ്ശൂർ പൂരം. ഞങ്ങളുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തിരക്കിൽ പോയി പാറമേക്കാവിൻ്റെ ആനകളുടെ പിന്നിൽ പോയി നിന്ന് കുടമാറ്റം കാണുന്നതാണ് ഞങ്ങളുടെ പൂരമായിരുന്നത്. അപ്പം അങ്ങനെ ഇവിടെ എന്തൊക്കെയോ വോയിസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മളിപ്പോൾ വോയിസ് ഡബ് ചെയ്യുമ്പോൾ അതൊക്കെ പോയി. എന്തായാലും ഞങ്ങൾ ഈ പറയുന്നത് തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതാ കുറേ ആൾക്കാർ മടങ്ങി പോകുന്നു, കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. കുടമാറ്റം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളതൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പൂരം ഇവിടെ അവസാനിച്ചു. അപ്പം ഇനി ഒരു വീഡിയോയും കൂടി ഉണ്ട്. അത് പിന്നെ എന്തോ 2 കുട മാറണതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുടമാറ്റമൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ വരുന്ന വഴിയിൽ പെറ്റ്സിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പപ്പീസിനെ കയ്യിലുള്ള കുട്ടിക്ക് ബലൂൺ മേടിച്ചാണ് കേട്ടോ. വേറെ ആരുമില്ല, അമ്മയ്ക്ക് ബലൂണ് ഭ്രാന്താണ്. അപ്പോൾ അങ്ങനെ ബലൂണ് മേടിച്ചു. അങ്ങനെ ബസ്സിൽ കയറി ഓരോ ഗോഷ്ടിയൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പൂരം വീഡിയോ കേട്ടോ. ഇത്രയും നേരത്തെ എത്തുന്നത് ആദ്യമായിട്ടായിരിക്കും 6:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന ഒരു തൃശ്ശൂർ പൂരം. കാണാം.